കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് പെൻഷൻ പദ്ധതിയെക്കുറിച്ച് ഒരു പ്രധാന സംശയം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം വന്ന് ചോദിക്കുന്നുണ്ട്. അതായത് പെൻഷൻ തുക എത്രയാണ് ലഭിക്കുന്നത് എന്ന്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവർക്കും ST ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പ്രവാസി ക്ഷേമനിധി പെൻഷൻ ബോർഡിൽ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എന്ന് പറഞ്ഞാൽ അതിൽ ചേരാൻ നിൽക്കുന്നത് 18 വയസ്സുള്ള ഒരാൾക്കാണ്. നിങ്ങൾ 18 വയസ്സിൽ അതായത് നമ്മുടെ ഫോം എ കാറ്റഗറിയിലുള്ളതാണ് ഞാൻ താരതമ്യം ചെയ്ത് പറയുന്നത്. അപ്പോൾ 18 വയസ്സുള്ള ഒരാൾ ഫോം എ കാറ്റഗറി പ്രവാസി പെൻഷൻ സ്കീമിൽ ചേരുമ്പോൾ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ പെൻഷൻ ലഭിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പെൻഷൻ എന്ന് പറയുമ്പോൾ 7000 രൂപ വരെ അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കും. ഞാൻ അതിനോടൊപ്പം ഒരു ചാർട്ടും ഈ പെൻഷൻ്റെ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള ഒരു ചാർട്ടും ഞാൻ ഈ വീഡിയോടൊപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പ്രവാസി ക്ഷേമനിധി ബോർഡിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ചാർട്ട് ഞാനതിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് ലഭിക്കും. അപ്പോൾ 18 വയസ്സുള്ള ഒരാൾ ഈ പദ്ധതിയിൽ ചേരുമ്പോൾ ഏകദേശം 1.72 വരെ അദ്ദേഹം പൈസ അടയ്ക്കേണ്ടതുണ്ട്. അംശാദായമായിട്ട് നിങ്ങളെല്ലാവരും ഈ കൊണ്ടുവരുന്ന കാർഡിൽ അടയ്ക്കുന്നത് പോലെ അടയ്ക്കുക. അപ്പോൾ അദ്ദേഹത്തിന് 7000 രൂപ പെൻഷൻ കിട്ടും. അപ്പോൾ തുടർന്ന് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വ്യക്തി 60 വയസ്സ് കഴിഞ്ഞ് 10 വർഷം പെൻഷൻ വാങ്ങിച്ചാൽ ഇയാൾക്ക് ഏകദേശം 8,50,000 രൂപയോളം നമുക്ക് പെൻഷൻ ഇനത്തിൽ കിട്ടും. അപ്പോൾ നല്ലൊരു പദ്ധതിയല്ലേ ഇത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു 25-ാമത്തെ വയസ്സിൽ ഒരാൾ ചേരുകയാണെങ്കിൽ ഏകദേശം 1,62,000 രൂപയോളം ഇദ്ദേഹം പൈസ അംശാദായമായിട്ട് അടയ്ക്കുന്നു. പകരം ഇദ്ദേഹത്തിന് പെൻഷനായിട്ട് 60-ാമത്തെ വയസ്സിൽ കിട്ടുന്നത് 6,650 രൂപയാണ്. അപ്പോൾ ഏകദേശം ഒരു 8 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് തന്നെ ഇദ്ദേഹത്തിന് 10 വർഷം പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി തുക ഇദ്ദേഹത്തിന് ലഭിക്കും. പിന്നെ നമ്മൾ ചേരുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ 30-ാമത്തെ വയസ്സിൽ ചേരുന്ന ആളുകളുണ്ട്. അപ്പം 30-ാമത്തെ വയസ്സിൽ ചേരുന്ന ആളുകൾ ഈ അംശാദായം അടയ്ക്കേണ്ടത് ഏകദേശം 1,42,000 രൂപയ്ക്ക് അടുത്ത് അംശാദായം അടച്ചാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷനായിട്ട് ഏകദേശം ഒരു 6,125 രൂപ പെൻഷൻ ലഭിക്കും. തുടർന്ന് ഒരു 7,00,000 ചില്ലർ രൂപയ്ക്കകത്ത് ഇദ്ദേഹത്തിന് റിട്ടേൺ, അതായത് 10 വർഷം കഴിഞ്ഞ് 10 വർഷത്തോളം പെൻഷൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തുകയാണത്. പിന്നത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിൽ ഒരാൾ പ്രവാസി ക്ഷേമനിധി പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം അടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 82 അത്രയും എമൗണ്ട് അടച്ചാൽ മതി 40-ാമത്തെ വയസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5,125 രൂപയ്ക്ക് അടുപ്പിച്ച് പെൻഷൻ ലഭിക്കും. പിന്നെ ഇദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ ഒരു 6,00,000 ചില്ലറ രൂപ 10 വർഷത്തോളം പെൻഷൻ കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. പിന്നെ ഒരു 50-ാമത്തെ വയസ്സിൽ ചേരുന്ന ആൾ ചേരുമ്പോൾ ഏകദേശം ഒരു 82,000 രൂപയോളം ഇദ്ദേഹം 42,000 രൂപയോളം ഇദ്ദേഹം അടയ്ക്കേണ്ടി വരും അംശാദായമായിട്ട്. അദ്ദേഹത്തിന് ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഒരു 4,075 രൂപയോളം പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു 10 വർഷത്തോളം പെൻഷൻ മേടിക്കാൻ ഒരു 5 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് കിട്ടും. ഇനി അടുത്തതാണ് ഏറ്റവും ലാസ്റ്റ് കാറ്റഗറി. അതായത് നമുക്കിതിനകത്ത് ചേരാൻ പറ്റുന്ന ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു 55 വയസ്സാണ്. അപ്പോൾ ഈ 55-ാമത്തെ വയസ്സിൽ ഒരാൾ ചേരുകയാണെങ്കിൽ ഏകദേശം 21,000 രൂപയ്ക്കകത്ത് ഇദ്ദേഹം അംശാദായം അടയ്ക്കുന്നു. ഇദ്ദേഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ ലഭിക്കുന്നത് 3,500 രൂപ. 3,500 രൂപ എന്ന് പറഞ്ഞാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇപ്പോഴത്തെ വാർദ്ധക്യ പെൻഷനും മറ്റും നമുക്ക് മാക്സിമം ലഭിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, 2,000 താഴെയുള്ളൂ. അപ്പോൾ ഇത്രയും പൈസ നമ്മൾ അടയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ 3,500 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അദ്ദേഹവും ഈ 10 വർഷം ഈ പറഞ്ഞ പോലെ പെൻഷൻ മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് അദ്ദേഹത്തിന് ലഭിക്കും. അതായത് 3 ഇരട്ടി തുകയോളം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതിയിൽ ഒരുപാട് ആളുകൾ നമ്മൾ കിടങ്ങന്നൂർ CSCയിൽ നിന്നും ഒരുപാട് ആളുകൾ ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതിയിൽ ഇനിയും നിങ്ങൾ ചേരാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പദ്ധതിയിൽ ചേരുക. ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. നമ്മൾ കിടങ്ങന്നൂർ CSCയിൽ നിന്ന് ഏകദേശം ഒരു 50ഓളം ആളുകൾക്ക് നമ്മൾ ഈ പെൻഷൻ
ആപ്ലിക്കേഷൻ ചെയ്ത് നൽകി കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ വളരെ സ്പീഡിയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആകാൻ. ഇപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതുപോലെ ആപ്ലിക്കൻസുകളുണ്ട്, അതുപോലെ ആപ്ലിക്കൻസ് പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. അതുപോലെ ഇതിനകത്ത് തന്നെ പല സ്കീമുകളുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രവാസിയായിട്ട് നിങ്ങളുടെ പേര് വീടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട് വെക്കുവാൻ വേണ്ടിയിട്ടും ഇതിനകത്തുനിന്ന് പൈസ നമ്മുടെ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോൺ അക്കൗണ്ടിലേക്ക് ഏകദേശം 1 ലക്ഷം രൂപയ്ക്കടുത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അതുപോലെ മാരേജ് അസിസ്റ്റൻസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്കീമുകൾ ഇതിലുണ്ട്. അപ്പോൾ ഈ സ്കീം ലഭിക്കണമെങ്കിൽ നിങ്ങൾ മിനിമം 5 വർഷം ഇതിനകത്ത് കൃത്യമായിട്ട് അംശാദായം അടച്ച് അംഗമാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഇതിൻ്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങൂ. അതിനുശേഷം ചിലർക്കൊരു ധാരണയുണ്ട്, 5 വർഷം ഞങ്ങൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടും. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. 5 വർഷം നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 60ാമത്തെ വയസ്സിൽ ഈ 5 വർഷം അടച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരു ആനുകൂല്യങ്ങളും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സും ഏറ്റവും ലാസ്റ്റ് ഏജ് എന്ന് പറയുന്നത് 55 ആണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞ് ഈ 60 വയസ്സ് വരെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് അടയ്ക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റുകൾ മൊത്തവും കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു പദ്ധതിയാണ്. നമ്മുടെ നാട്ടിലുള്ള പ്രവാസികൾക്ക് ഇപ്പോൾ 200 രൂപയാണ് അംശാദായം അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾക്ക് ഏകദേശം 350 രൂപ വെച്ചിട്ടാണ് അവരുടെ ചാർജസ് വരുന്നത് അംശാദായം. അത് പിന്നെ വിദേശത്തുള്ള ആളുകൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നും മറ്റും ഫോം ബി വാങ്ങിച്ച് നമ്മളെ നോർക്ക ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് 200 രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് അടയ്ക്കാനുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ, ഏകദേശം ഒരു 10,000-ഓളം ആപ്ലിക്കേഷൻ നമ്മൾ ഇപ്പോൾ ചെയ്തു കൊടുത്തു. അതിൽ ഏകദേശം 19-ലധികം ആളുകൾ ഇപ്പോൾ പെൻഷൻ നമ്മുടെ സെൻറ്ററിൽ നിന്ന് തന്നെ ചെയ്ത് പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു അപ്പോൾ പെൻഷൻ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരാൾക്ക് 1 മാസം പെൻഷൻ കിട്ടാതെ വരികയും അപ്പോൾ തുടർന്ന് നമ്മളത് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഇതിനകത്തും ലൈഫ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾ നമ്മുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻറ്ററിലോ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോം കിട്ടും നോർക്കയുടെ. ആ ഫോം വാങ്ങിച്ച് നിങ്ങളുടെ ID നമ്പറും ബാക്കിയെല്ലാം എഴുതി പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൃത്യമായിട്ട് അത് രജിസ്റ്റേർഡ് ആയിട്ട് അവരുടെ ഓഫീസിൽ അയച്ചു കൊടുക്കണം. അതായത് നോർക്ക റൂട്ട്സിൻ്റെ നോർക്ക പെൻഷൻ പ്രവാസി പെൻഷൻ്റെ ഓഫീസ് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്ത് അവിടെ റിസീവ് ചെയ്താൽ മാത്രമേ വർഷം തോറും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങളെല്ലാ പ്രവാസി സുഹൃത്തുക്കളിലും എത്തിക്കുക. ഒപ്പം നാട്ടിൽ ഉള്ള പ്രവാസി സുഹൃത്തുക്കളിലും എത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SC ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.